ഹലോ, M4 മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് എന്താണ് യാത്രാവിവരണം നോക്കാം. യാത്രാവിവരണം എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ? ഏതെങ്കിലും സ്ഥലത്ത് പോയതിനെയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ച് വിവരിച്ചെഴുതുന്നതാണ് നമ്മൾ യാത്രാവിവരണം എന്ന് പറയണത്. അജ്ഞാത കർത്തൃകങ്ങളായ യാത്രാവിവരണങ്ങൾ കണ്ടെടുത്ത നൂറ്റാണ്ടുകളുടെ അടിസ്ഥാനത്തിൽ ഗിൽഗമെഷ് BC 8-ാം ശതകം, മെഗസ്തനീസ് BC 4-ാം ശതകം, പെരിപ്ലസ് ക്രിസ്തുവർഷം 80. ഇന്ത്യയെക്കുറിച്ച് വിശദമായ സഞ്ചാരക്കുറിപ്പുകൾ ആദ്യം എഴുതിയവർ ചൈനക്കാരനായ ബുദ്ധസന്യാസി പാഗ്യാൻ ഹുയാൻസാൻ. പാശ്ചാത്യ നാടുകളിലുണ്ടായ യാത്രാവിവരണ കൃതികൾ വെനീസുകാരനായ മാർക്കോ പോളോയുടെ ഫ്രഞ്ച് ഭാഷയിൽ രചിച്ച ദ ബുക്ക് ഓഫ് മാർക്കോ പോളോ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ കൃതിയാണ് പാറേമാക്കൽ തോമാ കത്തനാർ എഴുതിയ വർത്തമാന പുസ്തകം. വർത്തമാന പുസ്തകത്തിലെ ഇതിവൃത്തം: തോമാ കത്തനാരും കരിയാറ്റി ജോസഫ് മൽപ്പാനും അന്ന് കേരള ക്രൈസ്തവ സഭയിലുണ്ടായ ഒരു വലിയ പ്രശ്നം പരിഹരിക്കാൻ 1778 മുതൽ 1886 കാലത്ത് മാർപ്പാപ്പയെ കാണാൻ റോമിന് പോയി. ആ യാത്രാനുഭവങ്ങളാണ് ഇതിലെ ഇതിവൃത്തം. വർത്തമാന പുസ്തകം അച്ചടിച്ചത് എപ്പോൾ? 1936. ആദ്യം അച്ചടിച്ച യാത്രാവിവരണം ഈർഷോം യാത്രാവിവരണം. ഇത് എഴുതിയത് പരിമല തിരുമേനി 1895. ആദ്യത്തെ വിവർത്തന യാത്രാവിവരണം പോർച്ചുഗൽ സ്വദേശി യോഹന്നാൻ പോർച്ചുഗീസ് ഭാഷയിൽ എഴുതിയ ഈർഷോം തിരുയാത്രയുടെ മലയാള വിവർത്തനം 1880. പദ്യരീതിയിൽ യാത്രാവിവരണങ്ങൾ രചിക്കുന്നതിൽ ആദ്യ രചന നടത്തിയതാര്? കൃതിയേത്? നടുവത്തച്ഛൻ അഷ്ടം യാത്ര 1904. യാത്രാവിവരണ മേഖലയിലെ കുലപതി എന്ന് പറയുന്നത് SK പൊറ്റേക്കാടാണ്. മലയാളത്തിലെ ആദ്യത്തെ ഹജ്ജ് യാത്രാ ഗ്രന്ഥമാണ് P. മൊയ്തു ഹാജിയുടെ ഞാൻ കണ്ട അറേബ്യ 1950. ഇനി ചില യാത്രാവിവരണങ്ങളും അവയുടെ കർത്താക്കളെ കുറിച്ച് പഠിക്കാം. മാനവിക്രമൻ കാശി യാത്രാ ചരിതം, നടുവത്തച്ഛൻ അഷ്ടമി യാത്ര, ശൃംഗേരി യാത്ര, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മദിരാശി യാത്ര, KC കേശവപിള്ള കാശി യാത്ര, ശ്രീ കവി സമാജ യാത്രാശതകം, വെൺമണി അച്ഛൻ രാമേശ്വര യാത്ര, വെൺമണി മഹൻ സംഗമേശ യാത്ര, MD ആൾക്കൂട്ടത്തിൽ തനിയെ, തകഴി അമേരിക്കൻ തിരശീല, EMS കമ്മ്യൂണിസം കെട്ടിപ്പടുക്കുന്നവരുടെ കൂടെ, മുണ്ടശ്ശേരി ചൈന മുന്നോട്ട് ഒറ്റനോട്ടത്തിൽ, ആശാമേനോൻ അടരുന്ന കക്കകൾ, സാറാ തോമസ് ഇസ്രായേലിന്റെ മാറിലൂടെ, സച്ചിദാനന്ദൻ പരലോകം പലകാലം, MG ശശിഭൂഷൺ ഗംഗ മുതൽ കാവേരി വരെ, നിത്യചൈതന്യയതി യാത്ര. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ SK പൊറ്റേക്കാടാണ്. കാശ്മീർ, കാപ്പിരികളുടെ നാട്ടിൽ, നൈൽ ഡയറി, ഇന്നത്തെ യൂറോപ്പ്, പാതിര സൂര്യന്റെ നാട്ടിൽ, ബാലിദ്വീപ്, നോട്ട്ബുക്ക്, നേപ്പാൾ യാത്ര, സഞ്ചാരിയുടെ ഗീതങ്ങൾ തുടങ്ങി അനേകം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഡോക്ടർ ജോർജ് ഓണക്കൂർ ഒലിവ് മരങ്ങളുടെ നാട്ടിൽ.